ഹായ് കൂട്ടുകാരെ, ഏവർക്കും മീരൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏത്? രണ്ടാം ലോക മഹായുദ്ധം. അമേരിക്ക ജപ്പാനിലെ ഏതൊക്കെ നഗരങ്ങളിലാണ് അണുബോംബ് വർഷിച്ചത്? ഹിരോഷിമയിലും നാഗസാക്കിയിലും. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏത്? അമേരിക്ക. അണുബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ബറാക് ഒബാമ. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്ന്? 1945 ആഗസ്റ്റ് 6. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്ന്? 1945 ആഗസ്റ്റ് 9. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച സമയം? രാവിലെ 8:15. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം? പകൽ 11:02. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്ത്? ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് ബോംബിന്റെ ഭാരം എത്രയാണ്? 4400 കിലോഗ്രാം. ലിറ്റിൽ ബോയ് ബോംബിന്റെ നീളം? 3 മീറ്റർ. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് ബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത്? യുറേനിയം 235. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? എനോള ഗേ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റിന്റെ പേര്? പോൾ ഡബ്ല്യു ടിബറ്റ്. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേര്? ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ അണുബോംബിന്റെ ഭാരം? 4670 കിലോഗ്രാം. ഫാറ്റ്മാൻ അണുബോംബിന്റെ നീളം എത്രയാണ്? 3.3 മീറ്റർ. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏത്? പ്ലൂട്ടോണിയം 239. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര്? ബോസ്കർ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ബോസ്കർ വിമാനത്തിലെ പൈലറ്റിന്റെ പേര്? ക്യാപ്റ്റൻ മേജർ സ്വീനി. ആണവ നിരായുധീകരണത്തിന്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം? പക്വാഷ്. പക്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? ബെർട്രാൻഡ് റസൽ, ജൂലിയോ ക്യൂറി, കാൾ പോൾ. അണുബോംബിന്റെ ആദ്യ പരീക്ഷണങ്ങൾ നടന്നപ്പോൾ റോബർട്ട് ഓപ്പൺ ഹൈമറിന്റെ മനസ്സിൽ വന്ന ഭഗവത്ഗീതയിൽ നിന്നുള്ള വരികൾ ഏത്? ദിവിസൂര്യ സഹസ്രസ്യ. ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷണം നടത്തിയത് എവിടെ? മെക്സിക്കോയിലെ മരുഭൂമിയിൽ. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേര്?
ട്രിനിറ്റി. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്ന്? 1945 ജൂലൈ 16. ആറ്റം ബോംബിൻ്റെ പിതാവ്? റോബർട്ട് ഓപ്പൺഹൈമർ. ഹിരോഷിമയിലെ അണുബോംബ് ആക്രമണത്തെ തുടർന്ന് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടിയുടെ പേര് എന്താണ്? സഡാക്കോ സസാക്കി. സഡാക്കോ സസാക്കി മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? 644. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. ആറ്റം ബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേരെന്ത്? ഹിബാക്കുഷ. സഡാക്കോയും 1000 പേപ്പർ കൊക്കുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? എലീനർ കോയർ. 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആര്? പ്രൊഫസർ എസ് ശിവദാസ്. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത്? ഹിരോഷിമ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത്? ജപ്പാൻ. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏത്? ഒലിയാണ്ടർ പുഷ്പം. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആര്? ലിയോ ടോൾസ്റ്റോയ്. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത്? ഐക്യരാഷ്ട്ര സംഘടന. 2 അണുബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി? സുറ്റോമോ യമഗുച്ചി. സഡാക്കോ സസാക്കിയും ഒറിഗാമി കൊക്കുകളും എന്തിൻ്റെ പ്രതീകമാണ്? ലോക സമാധാനം. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ പേര്? മാൻഹട്ടൻ പ്രൊജക്ട്. ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഹോൻഷു ദ്വീപ്. നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? ക്യുഷു ദ്വീപ്. ഹിബാക്കുഷ എന്ന ജപ്പാനീസ് വാക്കിൻ്റെ അർത്ഥം എന്ത്? സ്ഫോടന ബാധിത ജനത. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ച വർഷം? 1939. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? ഹിരാഹിറ്റോ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ഏത്? ജപ്പാൻ.
ഏത് രോഗം ബാധിച്ചാണ് സഡാക്കോ സസാക്കി മരണത്തിലേക്ക് നയിക്കപ്പെട്ടത്? രക്താർബുദം. ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്